നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നിരവധിയായ സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് SIR നടപടികൾ BLOമാർ പൂർത്തീകരിച്ച് അതിൻ്റെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം. ഇതിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ, അസം, പുതുച്ചേരി ഇവിടങ്ങളിലുമായി കോടിക്കണക്കിന് വോട്ടർമാർ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്നും പുറത്താവുകയാണ്. അതായത് SIR നടപടിയിൽ കേരളത്തിൽ തന്നെ 1/4 കോടിയിലധികം വോട്ടർമാരെ പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവലംബിക്കുകയാണ്. ഇപ്പോഴത്തെ കൃത്യമായ കണക്കുകൾ പ്രകാരം 24 ലക്ഷം കവിഞ്ഞിരിക്കുകയാണ് പുറത്തായവരുടെ ലിസ്റ്റ്. അതുപോലെ തന്നെയാണ് പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ സംഭവിക്കുന്നത്. ഒന്ന് ആലോചിക്കൂ, 2 പ്രധാന കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന്, SIR നടപടി എന്ന വ്യാജേന BJPക്ക് കൂടുതൽ സഹായമാകുന്ന രീതിയിലേക്ക് ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞു പിടിച്ച് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുക. കൃത്യമായും BJPക്ക് തെരഞ്ഞെടുപ്പിൽ വിജയമൊരുക്കി കൊടുക്കാൻ വേണ്ടി എല്ലാ തരത്തിലും അവരുടെ തന്നെ സർക്കാർ, കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സഹായകമായി ചെയ്ത ഒരു സംവിധാനമുണ്ട്. അതായത് നിലവിലെ ഡിജിറ്റൽ രേഖകൾ, തെളിവുകൾ നിർദ്ദിഷ്ട ദിവസത്തിനകം നശിപ്പിക്കാം. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഫലപ്രദമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ജ്ഞാനേഷ് കുമാറിന് ഇത്രയധികം പിന്തുണ. ഏതറ്റം വരെയും ജ്ഞാനേഷ് കുമാറിനെ സംരക്ഷിച്ചു പിടിക്കാൻ BJP ഒരുങ്ങുന്നത്. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെയും എല്ലാ പ്ലാനുകളും ജ്ഞാനേഷ് കുമാർ നടപ്പിലാക്കുകയാണ്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ സ്വാഭാവികപരമായും ഭരണഘടനയുടെ രീതി അനുസരിച്ച് അംഗമാകേണ്ടിയിരുന്നത്. അവിടെ ഭേദഗതി വരുത്തി മറ്റൊരു ക്യാബിനറ്റ് മന്ത്രി എന്ന പദവി സൃഷ്ടിച്ച് രായ്ക്ക് രാമാനം അമിത്ഷായെ കുത്തിത്തിരിക്കി കയറ്റിയതിൻ്റെ പ്രധാന രീതി എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ജ്ഞാനേഷ് കുമാറിൻ്റെ സ്പോൺസർ അമിത്ഷായാണ്. ജ്ഞാനേഷ് കുമാറിന് സർവത്ര നെറുകേടുകളും കാണിക്കാൻ അമിത്ഷായുടെ എല്ലാ പ്രചോദനവും അനുഗ്രഹവുമുണ്ട്. SIR നടപടി ആദ്യ ഘട്ടമാണ്. 2ാം ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നോക്കൂ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മാറ്റിമറിച്ചിരിക്കുന്നു. 125 തൊഴിലുറപ്പ് ദിവസങ്ങൾ എന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നെങ്കിലും അത് ആരുടെ പദ്ധതിയായിട്ടാണ് കൊണ്ടുവരുന്നത്? സംസ്ഥാന സർക്കാരുകളെ കൂടുതൽ ശ്വാസം മുട്ടിക്കാനാണ്. BJP ഭരിക്കുന്നിടങ്ങളിൽ മറ്റൊരു രീതിയിലാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ തരത്തിലും ജാതി സെൻസസിൻ്റെ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ ഇതിനകത്ത് പിന്നാക്കക്കാരെ, ദളിതരെ കൃത്യമായി SIR നടപടിയിലൂടെ അവരെയും 2ാം ഘട്ടത്തിൽ ഒഴിവാക്കും. നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്, ബീഹാറിൽ മുസ്ലിങ്ങളെയും ദളിതരെയും കുറേയേറെ അവരെ ഒഴിവാക്കിക്കൊണ്ട് നടന്ന തിരഞ്ഞെടുപ്പാണ് അവിടെ BJP വിജയം കണ്ടത്. ഇത് തന്നെയാണ് രാജ്യവ്യാപകമായി അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്ന നയം. ഈ പരിപാടിയെ ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പരിപാടിയെ കെട്ടുകെട്ടിക്കാൻ രാഹുൽ ഗാന്ധി എന്നല്ല, പ്രതിപക്ഷത്ത് ആര് വന്നാലും നടക്കില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അമിത്ഷായും കൂടി വളരെ പടിപടിയായി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്.